ഹലോ, നമ്മളിപ്പോൾ നമ്മുടെ ഹിമാചൽ പ്രദേശ് യാത്ര തുടർന്നുകൊണ്ട് നിൽക്കുക കേട്ടോ, മണാലി യാത്ര. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് നമ്മളുടെ ഫുൾ ഡേ യാത്ര തുടങ്ങി. ഇപ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഭയങ്കര ബ്ലോക്കല്ല, വളരെ ഇങ്ങനെ എഴഞ്ഞായിരുന്നു വണ്ടി നീങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിതാ ഒന്ന് സൈഡാക്കി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ രാവിലെ വരുന്ന വഴിക്ക് ചണ്ഡീഗഡിലുള്ള സബ്വേൻ്റെ സ്ഥലത്തൊരു ചവളാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കണ്ടില്ലേ? അപ്പോൾ പഞ്ചാബികളുടെ ഒരു നല്ല ഫുഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ? ഇത് അവിടുന്ന് പാർസൽ വാങ്ങിയിരുന്നു കേട്ടോ. കണ്ട, സിൻസ് 1960 ഒരു വെജ് റോളും പിന്നെ അജ്മൽ കഴിക്കുന്ന ഒരു ചിക്കൻ റോളും ആയിരുന്നു നമ്മൾ വാങ്ങിയത്. അപ്പം അതൊക്കെ കഴിച്ച് ഒന്നുകൂടെ സെറ്റായിട്ട് വേണം യാത്ര തുടങ്ങാൻ. നമ്മൾ പറഞ്ഞ പോലെ ഏകദേശം നമ്മളൊരു രാത്രി ഒരു 10 മണിയോട് കൂടിയൊക്കെ മണാലിയിൽ ചെന്നെത്താനാണ് സാധ്യത. അപ്പോൾ ഇതാ ഇനിയും ഉണ്ട് ദൂരം. പക്ഷേ നമ്മളിപ്പോൾ ഹിമാചലിൻ്റെ മലപ്രദേശത്ത് കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സെക്കൻഡ് പാർട്ട് ഓഫ് ചണ്ഡീഗഡ് ടു ഹിമാചൽ അല്ലെങ്കിൽ മണാലി യാത്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം ചാനലായിട്ടുള്ള വാട്ട് യു തിങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരു പമ്പിൽ സൈഡാക്കി കേട്ടോ ഇന്ന് രാത്രി. കാരണം നമ്മൾക്ക് ഇനി ഒരു 5 മണിക്കൂറുണ്ട് അല്ലേ അജ്മൽ? 5 മണിക്കൂറുണ്ട്. അജ്മൽ ഏകദേശം സൈഡായി. വീക്കെൻഡ് ആയതുകൊണ്ട് ശനിയാഴ്ചയാണ്, അപ്പോൾ നല്ല ട്രാഫിക്കാണ്. അപ്പോൾ വണ്ടി നീങ്ങുന്നില്ല മുന്നോട്ട്. നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡ് കണ്ടീഷനും അല്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് പുലർച്ചെ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു. അടിപൊളി പമ്പ് കിട്ടി, നല്ല ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉള്ള അത്യാവശ്യം തണുപ്പുണ്ട്, മാനേജബിൾ തണുപ്പ്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ കിടക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാട്ടോ സൈഡാക്കിയ. നല്ല അടിപൊളി ബാത്റൂം ഉണ്ട്, പിന്നെ വലിയ പമ്പാണ്. തൊട്ടപ്പുറം റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ സൈഡാക്കി. കുറച്ച് നേരത്തെ ആട്ടോ, ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുള്ളൂ. അപ്പം നമ്മളൊരു ഫിലിമൊക്കെ കണ്ട് കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് കിടക്കും. എന്നിട്ട് ഏർലി മോർണിംഗ് നമ്മൾ പുറപ്പെടും. ഇവിടെ നിന്ന് ഒരു 5 മണിക്കൂറുണ്ട്. അപ്പോൾ ഇതാക്കണ്ടോ ഫുൾ സെറ്റപ്പാക്കി ഇതാക്കണ്ടോ. അപ്പം ഞങ്ങൾ കിടക്കാൻ പോവുകയാണ്. അപ്പം ഇനി അപ്ഡേറ്റ്സ് രാവിലെ തരാം. ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ടൊരു റോപ്പ് വേ ഉണ്ട്. ആ റോപ്പ് വേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കയറി മേലേക്ക് പോകണം കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ആ പമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടോ 6:30 ഇറങ്ങിയിട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശിലൂടെയുള്ള യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് കല്ലൊക്കെ വീഴുന്നുണ്ട്, ചെറിയ കല്ലുകൾ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മളിത് മണാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണാലിയിലേക്ക് ഇനി ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് എത്തും കേട്ടോ. അപ്പം ഞാൻ ഈ കാഴ്ച കണ്ടിട്ട് നിർത്തിയതാണ്, ഇവിടുത്തെ ഒരു ടെമ്പിൾ കാഴ്ച. നമുക്ക് കയറാം. ഇതാണ് ഓപ്ഷൻ. അങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മോർണിംഗ് ടീ ഒരു കൈ കണക്കാ ചായപ്പൊടി. അയ്യോ അധികമായി. ചുറ്റുള്ള കാഴ്ചകൾ കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അവിടെ കാണുന്നുണ്ട്. ഇത് നമ്മളുടെ നദി. വണ്ടികളൊക്കെ വരുന്നൊരു ടേണിംഗ് ആണ്, പക്ഷേ നമുക്കൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കട്ടിങ്ങിലാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മളെ സുഹൃത്തിന് ബ്രെഡ് പാക്കറ്റ് കൊടുത്തു. കുറേ നേരം വന്നിരുന്നു, ഉപദ്രവകാരി അല്ലാന്ന് തോന്നി. അപ്പോൾ അതിനെ ഞങ്ങൾ രണ്ടാമത് വിളിച്ച് കൊടുത്തു. ഓക്കെ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഒരു ഗ്യാങ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കൽ പോസിബിൾ അല്ല കേട്ടോ, ഭയങ്കര റിസ്ക്കാണ്. ഓക്കെ.
പറയുന്നത്. 2008 പണി തുടങ്ങിയിട്ട് 2020 പണി പൂർത്തിയാക്കിയ ടണലാണ്. ഇതാണ് കുളുവിലേക്കുള്ള ദ്വാർ എന്ന് പറയുന്നത്. കുളു മണാലിയിലേക്ക് വരണമെങ്കിൽ ഈ ടണലിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അപ്പോൾ ഈ ടണലിന് മെയിൻലി എന്താ വെച്ചാൽ 2.6 കിലോമീറ്റേഴ്സ് ആട്ടോ ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഇതിൻ്റെ ഉള്ളിൽ 2 ടേണിങ്, ഒരു ഇതിൻ്റെ അകത്ത് തന്നെ 2 ഡൈവേർഷൻസും വരുന്നുണ്ട്, അതായത് ടേണിങ്ങും വരുന്നുണ്ട്, മെയിൻ ടേണിങ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ടണൽ ഇൻ ദ വേൾഡ് എന്നാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗൂഗിളിൽ അടിച്ചാൽ വരുന്നത്. കാരണം പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് അതിന് വേണ്ട ഒരു വെളിച്ച സൗകര്യം ഇല്ല. വെളിച്ചം കുറവാണ്, ഭയങ്കര ഡാർക്കിലൂടെ. അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഡാർക്ക്നെസ് ഉണ്ട്, അത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. കാരണം ഡിവൈഡേഴ്സ് ഇല്ല, വെന്റിലേഷൻസ് ഇല്ല, ഫയർ എക്സ്റ്റിങ്ക്വിഷിംഗ് സൗകര്യങ്ങളില്ല, പിന്നെ CCTV ഇല്ല. ഇങ്ങനെ കുറേ വിമർശനങ്ങളും കൂടെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ടണലാണ് കേട്ടോ. പക്ഷേ എന്നിരുന്നാലും ഇത് നമ്മുടെ ഇന്ത്യയിലെ 2nd ലോങ്ങസ്റ്റ് ടണൽ കൂടിയാണ് ഈ ഔട്ട് ടണൽ. ഈ സ്ഥലത്തിന്റെ പേരും ഔട്ട് എന്നാട്ടോ, AUT. അപ്പൊ ഈ ടണലാണ് ഫസ്റ്റ് എൻട്രി ടു കുളുമനാലി എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഈ ടണലിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ സ്ലോയും സ്റ്റഡിയും ആയിട്ട് വേണം പോകാൻ, ഓവർടേക്കിംഗ് ഒന്നും ഇല്ലാണ്ട് വളരെ ശാന്തമായി എൻജോയ് ചെയ്ത് പോവാന്ന് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ മണാലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ ട്രാവലും കൂടിയാണ് നമുക്കുള്ളത്. ഇവിടെ 2 റൂട്ട് മണാലിയിലോട്ട് കാണിച്ചിരുന്നു. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കുക, ലോക്കലി അപ്ഡേഷൻ ചെയ്യുക. കാരണം നമ്മൾക്ക് ഈ റൂട്ടാണ് നല്ലത് അഡ്വാൻസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം അപ്പോഴത്തെ സാഹചര്യത്തിൽ വല്ല ലാൻഡ് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ റൂട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. 6:30 രാവിലെ തുടങ്ങിയ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. കമ്പാരിറ്റീവ്ലി നല്ല റോഡാണ്. ഞങ്ങൾ കുറേ ഹൈ റേഞ്ചിൽ, ഈ ഓൾ ഇന്ത്യ ട്രിപ്പിൽ പല ഹൈ റേഞ്ചുകൾ പോയതിൽ വെച്ചിട്ട് ഈ മണാലിയിലോട്ടുള്ള, കാരണം പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടൗണാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഒക്കെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടൗണും കൂടിയിട്ടാണ്. അതായത് നമ്മൾ ഈ റൂട്ടിൽ തന്നെ പല പ്രധാനപ്പെട്ട ടൗണുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. കാരണം കുളു കവർ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പും വലിയ പ്ലെയിൻ ഏരിയകളിൽ, ഹൈ റേഞ്ചിൽ തന്നെ പ്ലെയിൻ വരുന്ന ഏരിയകളിൽ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ടൗണുകളുണ്ട്. അപ്പോൾ അവിടേക്കുള്ള ലൈവ്ലിഹുഡ്സ്, അവിടെ ഡൽഹിയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന സാധനങ്ങൾ ഒക്കെ എത്തിക്കുന്നത് ഈ റൂട്ടിലാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഹൈലി ഉണ്ട് ഈ റൂട്ടിൽ. കാരണം ലക്ഷറി ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള വോൾവോ ബസ് മുതൽ നമ്മളെ ഇവിടുത്തെ സർക്കാരിൻ്റെ, ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ നോർമൽ ബസ്സും ഈവൻ ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ വോൾവോ ബസ്സും ഞങ്ങൾ കണ്ടിരുന്നു യാത്രയിൽ. പിന്നെ കുളു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടൗണാണ്, നമ്മളെ ടൂറിസ്റ്റ് ടൗൺ കൂടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങളത് സ്കിപ്പ് ചെയ്യാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങളത് അവിടെ പല സ്ഥലങ്ങളിലും ഞങ്ങൾ മുമ്പ് ട്രക്ക് ചെയ്തിട്ടുണ്ട്. പല ലോൺലി ആയിട്ടുള്ള, ഞങ്ങൾ മാത്രം ഉള്ള കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളുവിൽ ഇന്ന് കസോളൊക്കെ പോകാൻ പറ്റും. കസോൾ എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഹെവി ട്രാഫിക് ഇല്ലാത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുകൂടാതെ അവിടെ ട്രക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വരുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ, ഒക്ടോബർ മന്തിൽ ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്. അപ്പോൾ അതും ഞങ്ങൾ അത്ര വെൽക്കം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങളിവിടുന്ന് മൂവ് ചെയ്യാണ്. ഇതൊക്കെ വളരെ ട്രാഫിക്കുള്ള റൂട്ടാണ്. കാരണം ഹിമാചൽ പ്രദേശിലെ തന്നെ പ്രധാന ടൗണുകളൊക്കെ ഇവിടെയാണ് ഉള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ട്രാഫിക്കുള്ള റൂട്ടാണ്. അപ്പോൾ മാക്സിമം ട്രാവൽ ചെയ്യുന്നത് പുലർച്ചെ ആക്കുക, ലേറ്റ് നൈറ്റ് ആക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ നോർമലി വീക്കെൻഡിലൊക്കെ വരുമ്പോൾ അറിയാലോ, ഒരു ലോജിക്ക് ഉണ്ടല്ലോ, എപ്പോഴും സഞ്ചാരികൾ കയറി പോകുന്ന സമയം. പിന്നെ വീക്ക് ഡേയ്സ് ആണെങ്കിലും മൺഡേയിലെ ട്രാഫിക് ഒക്കെ മനസ്സിലുണ്ടായിട്ട് ഒരു ടൈം യുക്തി പോലെ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കുളുവിൽ പല ഷോറൂമുകൾ കാണുന്നുണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളും റോട്ടിലുണ്ട്. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പല സ്ഥലങ്ങളിലും കണ്ടു. പിന്നെ വലിയൊരു ടണൽ, നമ്മൾ ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് ടണൽ നമ്മൾ ക്രോസ് ചെയ്തു. അതുപോലെ നമുക്കിവിടെ ഭക്ഷണത്തിനോ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾക്കോ ഒന്നും ഒരു തടസ്സമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഹിമാചൽ പ്രദേശ് ടൂറിസം കുറച്ചും കൂടി ആക്സസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെതായ തിരക്ക് എല്ലായിടത്തും ഉണ്ട്. അവർ നന്നായി അത് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ഇനീഷ്യലി മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ രാവിലെയൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണ്ട ഓടിക്കാൻ. ഇവിടത്തെയൊക്കെ ട്രാഫിക് കണ്ടില്ല നമ്മള്, എത്ര പേര് ഓപ്പോസിറ്റ് ഒക്കെ വരുന്നത്, ഹോണൊക്കെ അടിക്കാണ്ട്. ഓവർടേക്ക് ചെയ്യാതിരിക്കുക എന്നൊക്കെയുള്ള ഉപദേശങ്ങള് വണ്ടിക്കാരൊക്കെ തരുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ സ്റ്റൈൽ ഓഫ് ഡ്രൈവിംഗ് ആണ്. ഞങ്ങള് ഹൈവേയിൽ പോലും
അതായത് ഈവൻ ഡബിൾ ട്രാക്ക് ഹൈവേയിൽ ഞങ്ങളുടെ സ്പീഡ് ലിമിറ്റ് 80 to 90 ആണ്. ഈവൻ 100-ൽ പോലും പോകാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയെ ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങളെ മെയിൻ പ്ലാനിങ് ഒക്കെ ഒരു ദിവസം മുമ്പും പിന്നെ ഒരു 6 മണിക്കൂർ മുമ്പും പിന്നെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മുമ്പാണ് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. കാരണം ഞങ്ങൾക്ക് ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ പതുക്കെ ട്രാവൽ ചെയ്യാറുള്ളൂ. അതുകൂടാതെ തന്നെ ഞങ്ങൾ വളരെ സ്പീഡ് കുറവില്ല. കാരണം ഞങ്ങൾക്ക് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സ്പീഡിൽ ട്രാവൽ ചെയ്യാറുള്ളൂ. വണ്ടിയും ഒന്ന് കെയർ ചെയ്യും, അതും ഒരു ഉദ്ദേശമുണ്ട്. വണ്ടീനെ ഓവറായിട്ട് നമ്മൾ സ്ട്രെസ്സാക്കി ഓടിക്കാറില്ല. അങ്ങനെയുണ്ട്. എക്കണോമിയും കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് നോക്കാറില്ല, പക്ഷെ അത് കിട്ടുമെന്ന് പറയുന്നില്ല. ഒബ്വിയസ്ലി അത് കിട്ടും നമുക്ക്. പിന്നെ ഞങ്ങൾ ഹൈ റേഞ്ചിലൊക്കെ സ്പീഡ് ഒരു 60 കിലോമീറ്ററിന് മുകളിലൊന്നും ഞങ്ങൾ ഹൈ റേഞ്ചിൽ സ്പീഡ് എടുക്കാറില്ല. എന്നെക്കാട്ടും സ്പീഡിൽ ശരിക്കും അപർണയാണ് വണ്ടി ഓടിക്കാറ്. അപ്പോൾ ഇതാ ഇവിടെയാണ് നമ്മൾ എത്തി. അജ്മൽ റൂം നോക്കാൻ പോയിട്ടുണ്ട്. ആപ്പിൾ ഫ്ലവർ എന്നാണ് കേട്ടോ. നമ്മളിത് booking.com കണ്ടതാണ്. കുറേ സ്ഥലങ്ങൾ അവൈലബിളാണ്. ഒന്നൊന്നല്ല, 1000 എന്നൊക്കെ പറയാം. പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് എല്ലാം നല്ല റേറ്റിനുമാണ് കിട്ടുന്നത്. ഇപ്പം നല്ല റേറ്റാണ്. അതായത് ഒരു 400 രൂപ തൊട്ടിട്ടുണ്ട് സ്റ്റാൻഡേർഡ് റൂമൊക്കെ. പിന്നെ അത്യാവശ്യം നല്ല റൂംസൊക്കെ നമുക്കൊരു 1000-ൻ്റെ ബിലോ കിട്ടും. പിന്നെ ഹൈ റൂംസ്, സ്യൂട്ട് റൂംസ് പോലത്തെ ഒരു 1000-1500 റേഞ്ചിനും കാണുന്നുണ്ട്. അപ്പോൾ നമുക്കറിയില്ല, ചെന്നാലേ ക്ലിയർ ആയി അറിയുള്ളൂ. പക്ഷേ എനിവേ ഇഷ്ടം മാതിരി അവൈലബിൾ ആണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ 2 ഹോട്ടൽ കണ്ടു വെച്ചിരുന്നു, അതിൽ ഒന്നിലാണ് വന്നത്. ഇതൊരു ഓൾഡ് മനാലി എന്നാണ്, മോൾ റോഡിൻ്റെ അതിലെയൊക്കെ വരുമ്പോഴാട്ടോ ഇവിടെ എത്തുന്നത്. വളരെ കൺജസ്റ്റഡ് വഴിയാണ്, പക്ഷെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ എന്തായാലും അജ്മൽ പോയി നോക്കിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ റൂം. ഓ, സോ ബ്യൂട്ടിഫുൾ അല്ലേ? കളർ, ഈ കളറാണ് സിയാൻ കളർ. എനിക്ക് പൊതുവേ ഇഷ്ടമുള്ളൊരു കളറാണ്. കുറച്ച് ലൈറ്റാണ്, ബട്ട് ഓഫ് കോഴ്സ് യെസ്. കറണ്ട് ഇല്ല, കറണ്ട് പോയിരിക്കുകയാണ്. ഓക്കെ, വന്നിട്ട് ടോയ്ലറ്റൊക്കെ കാണിക്കാം. ഓ, there is a mirror. കണ്ടോ, നമുക്കിവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഫുൾ മൗണ്ടൻസ് ആ, മേലേക്ക് ഐസ് മൗണ്ടൻസാണ് കാണുന്നത്. നമ്മൾ മണാലി റൂമിലെത്തി, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു, കുളിച്ച് ഫ്രഷായി. അങ്ങനെ ലോങ് ജേർണീൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ പോയിട്ടോ. അപ്പോൾ ഇനി നാളെ തൊട്ട് നമുക്ക് മണാലി കാണാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. ഏകദേശം 10 മണിക്കൂർ ഉണ്ടായിരുന്നു ചണ്ഡീഗഡിൽ നിന്ന്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. അതാ റൂം നേരത്തെ കണ്ടല്ലോ, അജ്മൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളി റൂമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കളറ്. ഇനി കുറച്ചേരം റെസ്റ്റ് ഒക്കെ എടുത്ത് നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ആവാം. അപ്പം നാളെ തൊട്ട് നമുക്ക് മണാലി എക്സ്പ്ലോർ ചെയ്യാം. അപ്പം 2 ദിവസത്തേക്കാണ് കേട്ടോ ഇവിടെ റൂം എടുത്തിരിക്കുന്നത്. ഇനി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. മണാലിയിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ ഭയങ്കര വിൻ്റർ ക്ലൈമറ്റ് ഒന്നുമല്ല, എന്നാലും വന്നപ്പോൾ 25 ഡിഗ്രി ആണെങ്കിലും ഇപ്പം ആ കോടിയൊക്കെ ഇറങ്ങി ഭയങ്കര തണുപ്പായി തുടങ്ങി രാത്രി ആയപ്പോഴേക്ക്. അപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ മണാലീൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.